നമസ്കാരം. അയോധ്യയെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളൊക്കെ ഇനി ചരിത്ര പുസ്തകത്തിൽ വായിച്ചാൽ മതി. അയോധ്യ മാറിയിരിക്കുന്നു, അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകമെങ്ങുമുള്ള വിനോദസഞ്ചാരികളെയും ഭക്തജനങ്ങളെയും അങ്ങേയറ്റം ആകർഷിക്കുന്ന ഒരു ക്ഷേത്ര നഗരിയായി അയോധ്യ മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്ര നഗരികളെ പോലും കവച്ചു വെക്കുന്ന സഞ്ചാരികളുടെ എണ്ണം ആണ് അയോധ്യയിലെത്തുന്നത്. 1,00,000 ശരാശരി 1,00,000 തൊട്ട് ഏറ്റവും ചുരുങ്ങിയത് 1,00,000 തീർത്ഥാടകർ അല്ലെങ്കിൽ 1,00,000 സന്ദർശകർ ഒരു ദിവസം അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ. ഒരുപക്ഷേ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളുടെ വരുമാനം കൊണ്ടുവരുന്നത്, ടൂറിസത്തിൻ്റെ വകയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മഹാനഗരിയായി അയോധ്യ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയോധ്യ ഒരു ക്ഷേത്രത്തിൻ്റെ മാത്രം നാടല്ല, ആ ക്ഷേത്രം കൊണ്ട് ആ നാട് തന്നെയും മാറിയിരിക്കുന്നു. ഇപ്പോൾ അയോധ്യയിൽ പോയി വരുന്ന എല്ലാവർക്കും, പണ്ട് അയോധ്യ കണ്ടവർക്ക്, അയോധ്യ വിവാദ ഭൂമിയായിരുന്ന കാലത്ത് അവിടെ സന്ദർശിച്ചവർക്കൊന്നും ഇപ്പോൾ അയോധ്യ കണ്ടാൽ മനസ്സിലാവില്ല. അതൊരു പുതിയ നഗരിയാണ്, ലോകത്തിൻ്റെ ഒരു പുത്തൻ മുഖമായി മാറിയിരിക്കുന്നു അയോധ്യ. അയോധ്യയിൽ തർക്കമുണ്ടാക്കിയവർക്ക് പോലും ഇപ്പോൾ അത് വലിയ സന്തോഷത്തിൻ്റെ ഒരു നഗരമായി മാറിയിരിക്കുന്നു. കാരണം അയോധ്യയിലുണ്ടായിരുന്ന തർക്കം നമുക്കറിയാം. ശ്രീരാമ ജന്മഭൂമിയാണ് എന്ന വാദം വളരെ പ്രബലമായി നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മുഗൾ ചക്രവർത്തിയായ ബാബർ വന്ന് ശ്രീരാമ ജന്മഭൂമിയിൽ പണ്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ ബാബരി മസ്ജിദ് നിർമ്മിച്ചത്. ബാബരി മസ്ജിദ് എന്ന് പിന്നീട് പേര് കിട്ടിയതാണ്. ആ മുഗൾ ചക്രവർത്തിയായ ബാബർ നിർമ്മിച്ച ഒരു പള്ളി എന്ന നിലയിലാണ് ബാബരി മസ്ജിദ് എന്നറിയപ്പെട്ടത്. അതുകൊണ്ട് രാമജന്മഭൂമിയിൽ ക്ഷേത്രമാണ് വേണ്ടത് എന്ന വാദം അന്ന് തൊട്ടേ ഉയരുന്നതാണ്. പക്ഷേ കുറേ കാലം ആരും പരസ്പരം തർക്കിക്കാതെ കലഹിക്കാതെ ആ പള്ളിമുറ്റത്ത് അല്ലെങ്കിൽ പള്ളി പരിസരത്ത് തന്നെ ശ്രീരാമൻ്റെ ഭക്തന്മാരും ഇസ്ലാമിക വിശ്വാസികളും ഒരുപോലെ അനുഷ്ഠാനങ്ങളും ആരാധനകളും നടത്തി വന്നിരുന്ന ഒരു സമാധാനത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു. അത് വേഗം പോയി മറഞ്ഞു. പിന്നീട് അത് രാഷ്ട്രീയ കോലാഹലങ്ങളുടെ, മതപരമായ കോലാഹലങ്ങളുടെ, വർഗീയ വിപത്തിൻ്റെ, സംഘർഷങ്ങളുടെ, ഏറ്റുമുട്ടലുകളുടെ ഒക്കെ, കേസുകളുടെ, കോടതി കയറലുകളുടെ, അടച്ചുപൂട്ടലുകളുടെ ഒക്കെ ഒരു വലിയ ഭൂമിയായി മാറി. അതിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് അയോധ്യ എന്ന് കേട്ടാൽ നമുക്ക് ഒരിക്കലും ഒരു നല്ല ഓർമ്മയായിരുന്നില്ല. അതെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ സുപ്രീം കോടതിയുടെ വിധി വന്നു. 1528 സ്ഥാപിക്കപ്പെട്ടൊരു ദേവാലയം ചരിത്രപരമാണ്. 1528 ബാബർ സ്ഥാപിച്ച ഒരു ദേവാലയം, ബാബരി മസ്ജിദ് എന്ന് പിന്നീട് അറിയപ്പെട്ടൊരു ദേവാലയം 1992 തകർക്കപ്പെടുകയാണ് പരസ്യമായി. വളരെ ആസൂത്രിതമായി ഇന്ത്യയിലെങ്ങുമുള്ള രാമഭക്തന്മാരെ രാഷ്ട്രീയമായി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ആ ക്ഷേത്രം തകർക്കുകയാണ് 1992. അത് ഡിസംബർ മാസം 6-ാം തീയതി. അതൊരു കറുത്ത ദിനമായി ഇപ്പോഴും ഇന്ത്യയുടെ ഓർമ്മയിലുണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും പിന്നീട് ക്ഷേത്രം തകർക്കപ്പെടുന്നതിന് മുമ്പും ഈ പള്ളി തകർക്കപ്പെടുന്നതിന് മുമ്പും അതിന് ശേഷവും ഒക്കെ അത് രാമജന്മഭൂമി അല്ല, ബാബരി മസ്ജിദാണ് എന്ന് വാദിച്ചുകൊണ്ടിരുന്നവർക്കും ഇപ്പോൾ പുതിയ സന്തോഷത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. കാരണം അവരുടെ നാടാകെ മാറി എന്ന് മാത്രമല്ല, അവരുടെ നാട്ടിൽ ആർക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. രാമക്ഷേത്രത്തിൻ്റെ പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ നല്ലൊരു ശതമാനം, അയോധ്യയിൽ ഏറ്റവും ഒടുവിൽ പോയി വന്നവർക്ക് പോലും അത് അറിയാം, നല്ലൊരു ശതമാനം ഇപ്പോഴും അവിടുത്തെ അയോധ്യക്കാരായ മുസ്ലിങ്ങളുടെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ ജീവിതത്തെയും അത് മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സങ്കടം തീർക്കാൻ സുപ്രീം കോടതിയുടെ തന്നെ തീരുമാനപ്രകാരം കുറച്ചപ്പുറത്ത് ബന്ദിപ്പൂർ എന്ന സ്ഥലത്ത് 10-25 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു മസ്ജിദ് നഗരി ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. ഇത് രണ്ടും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രണ്ടും പൂർത്തിയാകും എന്ന് ആണ് ഇപ്പോഴും നമ്മുടെ സർക്കാർ അവകാശപ്പെടുന്നത്. തീർച്ചയായും അത് പൂർത്തിയാകും നമുക്ക് വിചാരിക്കാം. ഏതായാലും ഈ 2020 ഓഗസ്റ്റ് 5 സുപ്രീം കോടതിയുടെ വിധി പ്രകാരം 2020 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് അവിടെ ശിലാപൂജ നടത്തി ക്ഷേത്രത്തിൻ്റെ പണികൾ തുടങ്ങിയത്. അതിവേഗത്തിലാണ് പൂർത്തിയാക്കിയത്. ലോകോത്തരമായ ഈ ഹർമ്മ്യം എങ്ങനെയാണ് 4 കൊല്ലം കൊണ്ട് പൂർത്തിയായത് എന്ന് അവിശ്വസനീയമാണ്. അവിടെ പോയി കണ്ടാൽ അറിയാം. അത് 2024 ജനുവരി 22 അത് കമ്മീഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രത്തിന് സമർപ്പിച്ചു എന്നല്ല, ലോകത്തിന് സമർപ്പിച്ചു, വിശ്വാസികൾക്ക് സമർപ്പിച്ചു എന്നല്ല, മാനവരാശിക്ക് സമർപ്പിക്കപ്പെട്ടു. എല്ലാവർക്കും ഇപ്പോഴും ചെന്ന് എല്ലാ കാലത്തും ഓർമ്മിക്കാവുന്ന ഒരു യാത്രാനുഭവമായി അയോധ്യ മാറുകയാണ്. 1800 കോടി രൂപയാണ് സർക്കാർ രാമജന്മഭൂമിക്ക് വേണ്ടി ചെലവിട്ടത്. ഇതൊക്കെയാണ് അയോധ്യയെക്കുറിച്ചുള്ള നമ്മുടെ ഇതുവരെയുള്ള വിവരങ്ങൾ. എന്നാൽ സന്തോഷത്തോടൊപ്പം ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത ചില സങ്കടകരമായ വാർത്തകൾ, ചില
നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ അയോധ്യയിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അതുകൂടി ചേർത്ത് പറയാനാണ് ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞത്. അത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രസാദം ഉൾപ്പെടെ തട്ടിപ്പിൽ വിൽപ്പന നടത്താൻ ആഗോള ലോബി പ്രവർത്തിക്കുന്നു എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ലോകമെങ്ങുമുള്ള ഭക്തന്മാർക്ക് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഈ പ്രസാദം എത്തിച്ചു കൊടുക്കുക, ഡോർ ടു ഡോർ ഡെലിവറി. അമേരിക്കയിലിരിക്കുന്ന ഒരു ഭക്തൻ്റെ വീട്ടിനകത്ത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രസാദം എത്തിച്ചു കൊടുക്കാം. പ്രസാദം മാത്രമല്ല, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പൂജിച്ച നാണയങ്ങൾ എത്തിച്ചു കൊടുക്കും. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ മാതൃകകൾ, കൊച്ചു കൊച്ചു മാതൃകകൾ പലതരത്തിൽ നമ്മുടെ കഴുത്തിലണിയാൻ, ആഭരണങ്ങളായിട്ട് അണിയാനും നമ്മുടെ വാഹനങ്ങളിൽ സൂക്ഷിക്കാനും ഒക്കെ വേണ്ടി ഭക്തന്മാർക്ക് എത്തിച്ചു കൊടുക്കുക. ക്ഷേത്രത്തിൻ്റെ മാതൃക. അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിനകത്തെ രാംലല്ല വിഗ്രഹങ്ങൾ പലതരത്തിൽ പ്രിൻ്റ് ചെയ്ത് പല 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 മെറ്റീരിയൽസിൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ ഡോർ ടു ഡോർ ഡെലിവറിയാണ്. അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇത്തരം ഏജൻസികളെ വിശ്വസിക്കാമെങ്കിൽ, അത്തരം ഏജൻസികളിൽ നിന്ന് വിശ്വസിച്ച് വാങ്ങാൻ ആളുകൾ തയ്യാറാണെങ്കിൽ അതൊരു മോശം ബിസിനസ് അല്ല. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത്, ഇന്ത്യ ഗവൺമെൻറ് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്, അയോധ്യ ക്ഷേത്രത്തെ പറ്റിക്കാൻ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി പണം തട്ടുകയാണ്. വെബ്സൈറ്റുകളുടെ ആഹ്വാനം എന്താണ്? വെബ്സൈറ്റുകളുടെ ഓഫർ എന്താണ്? അയോധ്യ ക്ഷേത്രത്തിലെ പ്രസാദം, ഈ പറഞ്ഞ നാണയങ്ങൾ, അതുപോലെ ക്ഷേത്ര മാതൃക, ക്ഷേത്രത്തിനകത്തെ വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്രകാരം വീട്ടിലെത്തിച്ചു തരാം. എന്നിട്ട് ഭക്തന്മാർ അതിനു വേണ്ടി പണമടക്കുന്നു. നിങ്ങൾ പണമടച്ചാൽ ഇത്ര ദിവസത്തിനകം നിങ്ങളുടെ വീട്ടുവാതിലുകൾ എത്തിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ പാവങ്ങളായ മനുഷ്യന്മാർ, ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇന്ത്യക്കകത്തും പുറത്തും ലോകമെങ്ങുമുള്ള 6 ലക്ഷം ഭക്തന്മാർ ഈ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്തു, പണം കൊടുത്ത് ബുക്ക് ചെയ്തു. എത്രയാണ് തട്ടിപ്പ് നടന്നത്? സർക്കാർ കണ്ടെത്തിയത് ഇതുവരെയുള്ള തട്ടിപ്പ് 6 ലക്ഷം ഭക്തന്മാരിൽ നിന്ന് 10.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ 10.49 കോടി രൂപയുടെ പണം ഇടപാട് നടന്നു എന്ന്. അത്രയും പണം ഈ വെബ്സൈറ്റിൽ സംഘടിപ്പിച്ചു. ഈ വെബ്സൈറ്റിലേക്ക് പാവങ്ങളായ ഭക്തജനങ്ങൾ കൊടുത്തു. ആ വെബ്സൈറ്റ് വ്യാജമാണെന്ന് മാത്രമല്ല, ഇങ്ങനൊരു ഏർപ്പാടും അവർക്കില്ല. ഒരാൾക്ക് പോലും പ്രസാദം കിട്ടിയില്ല, ഒരാൾക്ക് പോലും നാണയങ്ങൾ ചെന്നില്ല, ഒരാൾക്ക് പോലും ക്ഷേത്ര മാതൃക ചെന്നില്ല, ഒരാൾക്ക് പോലും രാംലല്ലയുടെ വിഗ്രഹങ്ങൾ കിട്ടിയില്ല. ആരാണ് ഈ വിദ്വാൻ എന്നുകൂടി പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് സത്യസന്ധമായൊരു കാര്യം, ഏറ്റവും ശക്തമായൊരു കാര്യം അതാണ്. യു പിയിലെ തന്നെ ഫൈസാബാദിലാണ് ക്ഷേത്രം. തൊട്ടപ്പുറത്ത് ഗാസിയാബാദ്, നമ്മുടെ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്നൊരു നഗരമാണ് ഗാസിയാബാദ്. യു പിയിലെ ഗാസിയാബാദിലെ അഭീഷ് സിംഗ് എന്നൊരാളാണ് ഈ പണി മുഴുവൻ പറ്റിക്കുന്നത്. ശ്രീരാമൻ എന്ന ഇന്ത്യയുടെ ദൈവത്തെ പറ്റിക്കുക മാത്രമല്ല, ആ ദൈവത്തിൻ്റെ പരമഭക്തന്മാരായ പാവങ്ങളായ കോടിക്കണക്കിന് മനുഷ്യരെ പറ്റിക്കാൻ ഇറങ്ങിയിട്ട് ഏതായാലും മഹാഭാഗ്യത്തിന് ഇത്രയൊക്കെ എത്തിയുള്ളൂ. 10 കോടി 10.5 കോടി ആയപ്പോഴേക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനെ കണ്ടെത്താൻ പറ്റി വ്യാജമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെ പറ്റിക്കാൻ ഇറങ്ങുന്ന ചെകുത്താന്മാരെ കണ്ടെത്താൻ ഇന്ത്യ ഗവൺമെൻറ് ജാഗരൂകമായി ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത. അഭീഷ് സിംഗ് മാത്രമല്ല, ഒരുപക്ഷെ അത് പിടിക്കപ്പെട്ട ഒരാളായിരിക്കാം. ഇത്തരം തട്ടിപ്പുകൾ ലോകത്തിലെ പല ദേവാലയങ്ങളുടെയും പേരിൽ നടക്കുന്നുണ്ടാകാം. അതെല്ലാം അന്വേഷിക്കാനുള്ള ജാഗ്രത ഒരുപക്ഷെ ഈ വാർത്ത നമുക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് നല്ല കഥകൾ കേട്ടു തുടങ്ങിയ കാലത്ത്, അയോധ്യയിൽ നിന്ന് എപ്പോഴും സന്തോഷങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലത്ത്, അയോധ്യയെ പറ്റിച്ച്, ശ്രീരാമനെ പറ്റിച്ച് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇത്തരം ചെകുത്താന്മാരെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കനത്ത ശിക്ഷ കൊടുക്കേണ്ടതാണ് എന്ന് എല്ലാ ഭക്തന്മാർക്കും എല്ലാ മനുഷ്യസ്നേഹികൾക്കും വേണ്ടി നമുക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം.